ഇനി നമ്മൾ അടുത്ത റെയിൽവേക്ക് പ്രീവിയസ് ഇയർ ചോദിച്ച ഈയിടെ കഴിഞ്ഞ NTPC എക്സാംസിൽ ചോദിച്ച ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് പറയാൻ പോകുന്നത്. നമ്മൾ കൺസെപ്ച്വൽ ആയിട്ടുള്ള അല്ല, ബേസിക് ആയിട്ടുള്ള സാധാ നമ്പർ സിസ്റ്റത്തിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പം ഒരു 2-3 കൂടി പറയാനാണ് പോകുന്നത്. നോക്കിയേ, ഇതിനകത്ത് എന്താ പറയുന്നത്? കുറേ ഫ്രാക്ഷൻസ്, അറേഞ്ച് ദി ഗിവൺ ഫ്രാക്ഷൻസ് ഇൻ അസെൻഡിങ് ഓർഡർ ആൻഡ് ഫൈൻഡ് വിച്ച് വൺ വിൽ ബി ദി ഫോർത്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. 2 ക്വസ്റ്റ്യൻ പോലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് എത്ര 1, 2, 3, 4, 5 നമ്പേഴ്സ് ഉണ്ടല്ലേ. ഇതിനകത്ത് ഈ ഫ്രാക്ഷനുകളെ അസെൻഡിങ് ഓർഡറിൽ എഴുതിയിട്ട് 4ാമത് ആരെന്നാണ് ചോദിച്ചത്. അതായത് അസെൻഡിങ് ഓർഡർ എന്ന് പറയുമ്പോൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ഇവിടുന്ന് അങ്ങോട്ട് എഴുതും. എന്നിട്ട് 4ാമത്തെ ആളെന്ന് പറയുമ്പോൾ ഇവിടെ വരണം. എന്ന് വെച്ചാൽ ആരാണ്? ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്ന് പറയുമ്പോൾ ഇയാളാണെന്ത്? ലാർജസ്റ്റ് അല്ലേ, ലാർജസ്റ്റ്. ഇയാൾ എന്താണ്? സെക്കൻഡ് ലാർജസ്റ്റ് ആണെന്ത്? ഈ 4ാമത്തെ ആള്. ഓക്കെ, നമ്മൾ ആരെയാണ് കണ്ടുപിടിക്കേണ്ടത്? സെക്കൻഡ് ലാർജസ്റ്റ് ആളെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനിയാണ് ഫ്രാക്ഷനുകളിൽ ആരാണ് വലുത് എന്ന് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് പറയുന്നത്. തന്നിരിക്കുന്ന ഫ്രാക്ഷൻ എന്താ? 1/2, 2/3, 5/9, 6/13, 7/9 അല്ലേ ഫസ്റ്റ് പാർട്ടിനകത്ത് പറഞ്ഞേക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം തന്നെ ഏതെങ്കിലും 2 ഫ്രാക്ഷൻസിനെടുത്ത് കമ്പയർ ചെയ്ത് അതിനകത്ത് ആരാണോ വലുത് പിന്നെ അയാളെ മറ്റേ ഫ്രാക്ഷനായിട്ട് കമ്പയർ ചെയ്ത് അങ്ങനെയാണ് നമ്മൾ കമ്പയർ ചെയ്ത് പോകാൻ പോകുന്നത്. ഇത് കമ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫ്രാക്ഷൻസ് കിടപ്പുണ്ട് 1/2ഉം 2/3 കിടപ്പുണ്ട്. നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ 1/2ഉം 2/3യും കിടപ്പുണ്ട്. നമ്മൾ ഈ 3 കൊണ്ട് ഈ ഇവിടുത്തെ ന്യൂമറേറ്ററായ 1നെ മൾട്ടിപ്ലൈ ഇവിടെ എത്ര വരും? 3 വരും. അതേപോലെ ഈ 2 കൊണ്ട് ഇവിടുത്തെ ന്യൂമറേറ്റർ, അതായത് ഇവിടുത്തെ ഡിനോമിനേറ്റർ ഉണ്ട്, അപ്പുറത്തെ ന്യൂമറേറ്റർ, അതായത് 2നെ മൾട്ടിപ്ലൈ ഇവിടെ എത്ര വരും? 4 വരും. അതായത് ഇപ്പോൾ ഈ 3ലും 4ലും ആരാ വലുത്? നമ്മുടെ 4അല്ലേ വലുത്. അതായത് ഈ 2/3 ആണെന്ത്? 1/2ലും 2/3ലും ലാർജർ ഫ്രാക്ഷൻ നമുക്ക് പറയാൻ പറ്റും. അതിൻ്റെ കൺസെപ്റ്റ് ഒന്നുകൂടി നോക്കിയേ. 1/2ഉം 2/3യും അല്ലേ. 3 കൊണ്ട് എന്ത് ചെയ്തു? മേളിൽ മൾട്ടിപ്ലൈ, മേളിൽ ചെയ്ത് കഴിഞ്ഞാൽ താഴെയും ചെയ്യണം. ഈ താഴത്തെ 2 കൊണ്ട് എന്ത് ചെയ്തു? ഇപ്പുറത്തും മേളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെയാണ് ഇതെത്താവും 3/6 എന്നും ആവും. ഇതെന്താവും? 4/6 എന്നും ആവും. സെയിം ഡിനോമിനേറ്റർ ആയില്ലേ. അങ്ങനെയാണെങ്കിൽ ന്യൂമറേറ്റർ വലുത് ഏതാണോ അതായിരിക്കുമല്ലോ വലുത്. അങ്ങനെ വെച്ചാണ് നമ്മൾ ഈ 2/3 എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഇത്രയൊന്നും ചെയ്യണ്ട. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ഡിനോമിനേറ്റർ കൊണ്ട് ന്യൂമറേറ്ററിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യാം. അന്നേരം കൂട്ടത്തിലെ വലുതാരാണോ അയാളായിരിക്കും എന്ത്? വലിയ ഫ്രാക്ഷൻ. നോക്കി ഇവിടെ നോക്കിയേ, 1/2ഉം 2/3 എടുത്തു. നമ്മൾ ഇവിടെ പോകുമ്പോൾ 3 ആയി, ഇവിടെ പോകുമ്പോൾ 4 ആയി. വലുതാരായി? നമ്മുടെ 4 ആയ 2/3 ആയ എന്ത്? വലുത്. അതായത് ഇത് പോയി. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇനി 2/3യും പിന്നെ അടുത്ത ആരാളുള്ള 5/9 കമ്പയർ ചെയ്യുമ്പോൾ 9 × 4 അല്ലോ 9 × 2 എത്ര വരും? 18 വരും. ഈ 3 × 5 എത്ര വരും? 15 വരും. കൂട്ടത്തിൽ വലുതാരായി? 18 ആയി. പിന്നെയും ആര് വലുതായി? 2/3 തന്നെയാണ് വലുത്. ഒരു 5/9 പോയി. പിന്നെ അടുത്ത ആരാളുള്ളത്? 6/13 അല്ലേ ഉള്ളത്. 6/13 ആരെ? 2/3നെ പിന്നെയും കമ്പയർ ചെയ്യുക. 2/3നെയും 6/13നെയും കമ്പയർ ചെയ്യുക. ഇവിടെ എത്ര വരും? 13 × 2 26 വരും. ഇവിടെ മേളിൽ 3 × 6 18. കാര്യം ഈ 13 × ഈ 2 ചെയ്ത് 26. ഈ 3 × ഈ 6 ചെയ്ത് 18 വന്നു. കൂട്ടത്തിൽ പിന്നെയും വലുതാരായി? 26. അതായത് പിന്നെയും 2/3 തന്നെയാണ്, പിന്നെയും 2/3 ആണ് വരുന്നത്. കാരണം 6/13 പോയി. പിന്നെ ബാക്കി ആരാണുള്ളത്? 7/9 ആണുള്ളത്. നമ്മൾ വീണ്ടും 2/3യും 7/9 കൂടി കമ്പയർ ചെയ്യും. ഈ പറയുന്ന 9 × 2 18 വരും ഇവിടുന്ന് ന്യൂമറേറ്റർ. ഈ 3 × 7 21 വരും എന്ത്? ഇവിടെ വലുതാരായി? 21 അല്ലേ. അതായത് 7/9 അല്ലേ ഇപ്പൊ വലുതായത്. അതായത് 2/3യിലും വലുത് 7/9 എന്ന് മനസ്സിലായി. അതായത് നമ്മുടെ 5 പേരുണ്ടായിരുന്നതിനകത്ത് 5 പേരുന്നത് ഏറ്റവും വലുതാരായി? 7/9 ആയി. പക്ഷേ ബാക്കി എല്ലാവരെക്കാട്ടിയും വലുതാരായിരുന്നു? 2/3 അല്ലാന്നോ. എന്നിട്ട് 2/3 വലുതല്ലേ 7/9 ആയത്. അങ്ങനെ 2/3 എന്ന് പറയുന്നതല്ലേ നമ്മുടെ ഈ പറയുന്ന സെക്കൻഡ് ലാർജസ്റ്റ്. അതല്ലേ നമ്മുടെ ഉത്തരം. നമ്മൾ ചോദിച്ചത് എന്താ? അസെൻഡിങ് ഓർഡറിൽ എഴുതുക. ആരാണ് 4ാമത് ഉണ്ടാവുന്നതല്ലേ ചോദിച്ചത്. അതാരാണ്? 2/3 അല്ലേ. ഈ സെയിം മോഡൽ ക്വസ്റ്റ്യൻ ആണ് എന്ത്? സെക്കൻഡ് കിടക്കുന്ന ഈ B എന്ന് പറഞ്ഞിട്ടേക്കുന്ന ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾ തനിയെ ചെയ്യണം. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. ഓക്കെ, അടുത്ത് നോക്കിയേ. അടുത്തത് ഇതെല്ലാം പ്രീവിയസ് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിലാണ് നമ്മൾ കൺസെപ്റ്റിലാവാതെ സാധാ ചോദിച്ച റാൻഡം ആയിട്ട് ചോദിച്ച സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് മാത്രമാണ് എടുത്തേക്കുന്നത്. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? വാട്ട് വുഡ് ബി ദി ഹയസ്റ്റ് വാല്യൂ ഓഫ് എക്സ് ഇൻ ദി
ഗിവൺ ഇക്വേഷൻ. ഓക്കെ, ഇവിടെ എന്താണ് ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 3 ഡിജിറ്റ് നമ്പറുകൾ കൂട്ടിയപ്പം 1805 വന്നെന്നാണ് ഉദ്ദേശം. അതായത് 7x5 പ്ലസ് 2y3 പ്ലസ് 8z7 എന്ന് പറയുന്ന നമ്പറുകൾ കൂട്ടിയപ്പോൾ എത്ര വന്നു എന്നാണ് പറയുന്നത്? 1805 വന്നെന്നാണ് പറയുന്നത് അല്ലേ? നമ്മളിവിടെ അല്ലാതെ ഇതിനെ കൂട്ടി നോക്കിയേ, 5 3 8 7 15 വന്നു. ഇവിടെ ശിഷ്ടമായ 1 വന്നല്ലേ? ബാക്കി ഇനി 1 പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഇവിടെ 0 വരണം. ഇവിടെ 0 വരണം. ഇവിടെ 0 വരുന്ന ഒരു സാധനം നമ്മൾ സം ചെയ്യുമ്പം ഇവിടെ 0 വരുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു 1 പോയെന്നല്ലേ? അതായത് ഇവിടെ മൊത്തത്തിൽ 10 വരണമെന്നല്ലേ അർത്ഥം? അതിൻ്റെ അർത്ഥം എന്താ? 1 പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് എന്ന് പറയുന്നത് 10 വരണം അല്ലേ? നമുക്കറിയേണ്ടത് എക്സിന്റെ ഹയസ്റ്റ് വാല്യൂ ഏത് വരാമെന്നാണ് അറിയേണ്ടത്. ഇവിടെ ഓൾറെഡി 1 ഉണ്ട്. അതായത് ഇത് ഇത്രയും കൂടി മൊത്തത്തിൽ 9 വരേണ്ടത്, 10 ആവണ്ടേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ വൈക്ക് 0 ഇസഡിന് 0 കൊടുത്തു കഴിഞ്ഞാൽ എക്സിന് മാക്സിമം വാല്യൂ 9 കിട്ടത്തില്ലേ? അതിന് എന്ത് പറയാം? എക്സിന്റെ ഹയസ്റ്റ് വാല്യൂ എത്ര? 9 എന്ന് പറഞ്ഞൂടെ? ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മളിതൊക്കെ സ്കൂളിലൊക്കെ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അടുത്ത സെയിം ടൈപ്പ് ചോദ്യമാണുള്ളത്. അടുത്തതിനകത്ത് എന്താ? ഹയസ്റ്റ് വാല്യൂ ഓഫ് എക്സ് ആണ് ചോദിച്ചേക്കുന്നത് അല്ലേ? ഇതെല്ലാം ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഹയസ്റ്റ് വാല്യൂ ഓഫ് എക്സ് ഗിവൺ ഇക്വേഷൻ ആണ് ചോദിച്ചേക്കുന്നത്. നോക്കിയേ, എന്താ ചോദിക്കുന്നത്? 5y6 6x7 3z8 എന്ന് പറഞ്ഞ് 3 3 ഡിജിറ്റ് നമ്പേഴ്സ്. ഇവരുടെ സം എത്ര കിട്ടി? 15 11 കിട്ടി. നോക്കിയേ, 6 7 13 13 കിട്ടും. 1 21ന്റെ ആയതുകൊണ്ട് 2 ഇവിടെ ശിഷ്ടം വരും അല്ലേ? ബാക്കി ഇവിടെ എത്ര വന്നേക്കുന്നത്? 1 വന്നേക്കുന്നത് അല്ലേ? 1 വന്നേക്കുന്നു. 1 ഇവിടെ വരണമെങ്കിൽ ഇവിടെ 11 പോകണമായിരുന്നു അല്ലേ? 3 ഡിജിറ്റ് നമ്പർ നമുക്ക് പോകാൻ പറ്റുന്നത് എന്താണ്? സിംഗിൾ നമ്പേഴ്സ് കൂട്ടുമ്പോൾ പോകുന്നത് 11 പോകുന്നത് അല്ലേ? അതായത് ഇവിടെ അർത്ഥം എന്തായി? 2 പ്ലസ് വൈ പ്ലസ് എക്സ് പ്ലസ് ഇസഡ് എന്ന് പറയുന്നത് എത്ര വരണമായിരുന്നു? 11 വരണമായിരുന്നു അല്ലേ? ഇവിടെ 2 ഓൾറെഡി വന്നു. ഇവിടെ എത്ര ആണ് വരേണ്ടത്? 9 ആയിരുന്നു വരേണ്ടത്. അതിനകത്ത് തന്നെ എക്സിന്റെ മാക്സിമം വാല്യൂ ആണ് ചോദിച്ചേക്കുന്നത്. കാരണം വൈക്കും 0 ഇസഡിനും 0 ആണെങ്കിൽ എക്സിന് മാക്സിമം വാല്യൂ 9 കിട്ടത്തില്ലേ? ഇവിടെ എന്ത് പറയാം? എക്സിന്റെ ഹയസ്റ്റ് വാല്യൂ എന്താണ്? 9 എന്ന് പറഞ്ഞൂടെ? ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ, എന്താ പറഞ്ഞേക്കുന്നത്? ക്വസ്റ്റ്യൻ വായിക്കുക. നമ്മൾ ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് തന്നേക്കുന്നത് അല്ലേ? സം ഓഫ് 2 നമ്പേഴ്സ് 10, ഡിഫറൻസ് ഇൻ ദ സ്ക്വയേഴ്സ് 60, വാട്ട് ആർ ദി 2 നമ്പേഴ്സ് ആണ് ചോദിച്ചേക്കുന്നത് അല്ലേ? നമുക്കറിയില്ല നമ്പേഴ്സിനെ. അത് നമ്പേഴ്സിനെ നമ്മൾ വാല്യൂസ് വേരിയബിൾ ആയിട്ട് എടുക്കണം. 2 നമ്പറിന്റെ സം, അതായത് എ പ്ലസ് ബി എന്ന് പറഞ്ഞ എത്ര വന്നു? 10 വന്നു. ഡിഫറൻസ് ഇൻ ദ സ്ക്വയേഴ്സ് അല്ലേ? അതായത് എ സ്ക്വയറിന്റെയും ബി സ്ക്വയറിന്റെയും ഡിഫറൻസ് എത്ര പറഞ്ഞേക്കുന്നത്? 60 പറഞ്ഞേക്കുന്നത്. നമ്മളിവിടെ അറിയേണ്ട ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നാണ് നമുക്ക് ജനറലായിട്ട് എല്ലായിടത്തും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇക്വേഷനാണ്. ഓക്കെ, നമ്മൾ ഈ ഇക്വേഷൻ എന്താണ്? ഈ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് വരെ ഇട്ട് കൊടുക്കാൻ പോവാ. അത് എന്താവും? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? നമ്മുടെ ഈ പറയുന്ന 60. എ പ്ലസ് ബി ഓൾറെഡി എത്ര തന്നിട്ടുണ്ടായിരുന്നു? 10 നമുക്ക് അറിയാം. 10 ഇൻറ്റു എ മൈനസ് ബി ഈക്വൽ ടു 60. ഇത്രയും സ്റ്റെപ്പൊന്നും നമ്മൾ എഴുതേണ്ട ആവശ്യമേ ഇല്ല. ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് കാണിച്ചു തരുന്നേ ഉള്ളൂ. 10 കൊണ്ട് 60 പോയി കഴിഞ്ഞാൽ 6 വരും. അതിൻ്റെ അർത്ഥം എന്ത് കിട്ടി? എ മൈനസ് ബി എന്ന് പറയുന്ന 6 കിട്ടി. എ പ്ലസ് ബി നമുക്ക് ക്വസ്റ്റ്യനിൽ എത്ര പറഞ്ഞിട്ടുണ്ടായിരുന്നു? 10 പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യമൊക്കെയാണ് ഈ പറഞ്ഞ എയുടെയും ബിയുടെയും വാല്യൂസ് ആണ് നമുക്കറിയേണ്ടത്. അവിടെയാണ് നമ്മൾ 2 ഇക്വേഷൻസ് കിട്ടിയല്ലോ. ഈ ഇക്വേഷനെ സോൾവ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്കിപ്പം ഈ 2 ഇക്വേഷൻ കൂട്ടിയാൽ എന്ത് കിട്ടും? ഈ ബിയും മൈനസ് ബി കൂടി ചേർന്ന് 0 ആയി പോകും. എയും എയും കൂടെ കൂട്ടുമ്പോൾ എത്ര ആവും? 2a ആവും. ബിയും മൈനസ് ബി കൂടി ചേർന്ന് 0 ആവും. 10ഉം 6 കൂടി കഴിഞ്ഞാൽ 16 ആയി. അതിൻ്റെ അർത്ഥം 2a എന്ന് പറയുന്നത് 16 കിട്ടി. എയുടെ വാല്യൂ എത്ര കിട്ടി? 16/2 ആയ 8 കിട്ടും. ഇതാണ് നമ്മൾ ഇവിടെ ചെയ്യുന്ന പ്രോസസ്സ്. പക്ഷെ നമ്മൾ ഇത് ഇത്രയും സ്റ്റെപ്പായിട്ട് ചെയ്യണ്ട. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡയറക്റ്റ് പഠിച്ചു വെക്കുക. അതായത് എ പ്ലസ് ബി എന്ന് പറഞ്ഞ സിയും എ മൈനസ് ബി എന്ന് പറഞ്ഞ ഡിയും എന്ന് പറഞ്ഞൊരു ഫോർമാറ്റിൽ 2 ഇക്വേഷൻ കിടക്കുമെന്ന് വെച്ചോ. അങ്ങനെ ആണെങ്കിൽ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പ്ലസ് ഡി ബൈ 2 ആണ്. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി മൈനസ് ഡി ബൈ 2 ആണ്. ഇത് നമ്മൾ ഡയറക്റ്റ്
ഇങ്ങനെ പഠിച്ചു വെച്ചേക്കണം. സാധാ നമ്മൾ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതിനാണ് ചെയ്യുന്നത്. പക്ഷേ ഇതെങ്ങനെ വന്നാലും എ പ്ലസ് ബി എന്ന് പറയുന്ന സാധനവും എ മൈനസ് ബി എന്ന് പറയുന്ന ഇക്വേഷനും സോൾവ് ചെയ്യുമ്പം എ എന്ന് പറയുന്നത് രണ്ടും കൂടി കൂട്ടുക അതിൻ്റെ പാതിയായിരിക്കും, ബി എന്ന് പറയുന്നത് രണ്ടും കൂടി കുറയ്ക്കുക അതിൻ്റെ പാതിയായിരിക്കും. ഓക്കെ, അത് നമുക്ക് ഇവിടെ എന്ത് പറയാമായിരുന്നു? എ പ്ലസ് ബി നോക്കി, എ പ്ലസ് ബി 10, അതായത് എ പ്ലസ് ബി 10 എ മൈനസ് ബി 6 അല്ലേ പറഞ്ഞത്. അതിന് എയുടെ വില എത്ര എന്ന് പറയാം? 10 + 6 16/2 ആയ 8 എന്ന് പറയാമായിരുന്നു. അതേപോലെ ബിയുടെ വില എന്ന് പറയാം 10 - 6/2 ആയ 4ന്റെ പാതിയായ 2 എന്ന് പറയാമായിരുന്നു. എ 8ഉം ബി 2ഉം കിട്ടുന്ന ഏതാണുള്ളത്? ഓപ്ഷൻ ബി അല്ലേ ഉള്ളത്. ഓക്കെ, ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. തുടക്കമായാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള സെപ്പറേറ്റ് ചോദിച്ച ക്വസ്റ്റ്യൻസ് മാത്രമേ പറയുന്നുള്ളൂ. കൺസെപ്റ്റ് റിമൈൻഡറിന്റെ ക്വസ്റ്റ്യൻസും ഡിവിസിബിലിറ്റിയുടെ ക്വസ്റ്റ്യൻസും നമ്മൾ തുടക്കത്തിൽ പറയുന്നില്ല. അതൊക്കെ പിന്നീടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? സം ഓഫ് 2 നമ്പേഴ്സ് 16 എന്ന് പറയുന്നുണ്ട് അല്ലേ, ആൻഡ് ദെയർ പ്രോഡക്റ്റ് 63 എന്ന് പറയുന്നുണ്ട്. നമുക്കറിയേണ്ടത് സം ഓഫ് ദെയർ റെസിപ്രോക്കൽ. റെസിപ്രോക്കൽ എന്താണ് പറഞ്ഞുതരാം. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ ഇപ്പം എക്സ് എന്ന് പറയുന്ന നമ്പർ, ഇതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/x ആയിരിക്കും. അതേപോലെ 1/x എന്ന് പറയുന്ന നമ്പർ, ഇതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആയിരിക്കും. അതാണ് ഉദ്ദേശം. 1/, ഇട്ട് എഴുതുക. ഓക്കെ, പറഞ്ഞേക്കുന്നത് എന്താ? സം ഓഫ് 2 നമ്പേഴ്സ് 16. നമുക്ക് ആ നമ്പർ രണ്ടും എയും ബി ആണെന്നിരിക്കുക, എ പ്ലസ് ബി 16. പിന്നീട് പറയുന്നത് എന്താ? അവരുടെ പ്രോഡക്റ്റ് എ ഇൻറ്റു ബി എത്രയാണ്? 63 എന്നും പറയുന്നുണ്ടല്ലേ. നമുക്കറിയേണ്ടത് എന്താണ്? സം ഓഫ് ദ റെസിപ്രോക്കൽ. അതിന് റെസിപ്രോക്കൽ എടുക്കണമെങ്കിൽ എയുടെയും ബിയുടെയും വാല്യൂ അറിയണം. ജസ്റ്റ് ഈ 2 ഇക്വേഷൻ നോക്കിയേ. നമുക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് ജസ്റ്റ് ഒരു ട്രയൽ ആൻഡ് എറർ കൂടി പറയാം. എ ബി 63 പറഞ്ഞു. ഈ 63 എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന എന്താ? 7 × 9 വരാം, 21 × 3 വരാമായിരുന്നല്ലേ. അതിനകത്ത് ഈ 7 × 9 ആണെങ്കിൽ സാറ്റിസ്ഫൈ ആവും. കാര്യം എയ്ക്ക് ഇപ്പം 7ഉം ബിക്ക് ഇപ്പോൾ 9 വരുന്ന വെച്ചു. അങ്ങനെയാണെങ്കിൽ ഇവിടെ 7 + 9 എന്താവും? 16 തന്നെ കിട്ടത്തില്ലേ നമുക്ക്? അതിന് എന്ത് പറയാം? എയുടെ വാല്യൂ 7ഉം ബിയുടെ വാല്യൂ 9 എന്നും പറഞ്ഞൂടെ? പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താ ചോദിച്ചേക്കുന്നത്? സം ഓഫ് ദ റെസിപ്രോക്കൽ അല്ലേ ചോദിച്ചേക്കുന്നത്. അതായത് 1/a + 1/b ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 1/7 + 1/9. 2 ഫ്രാക്ഷൻസിനെ നമുക്ക് കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ഈ പറഞ്ഞ ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കണം. സെയിം ആക്കാൻ എന്ത് ചെയ്യുന്നത്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, LCM എടുക്കാൻ നമുക്ക്. ഇവിടെ പക്ഷേ LCM തന്നെയാണ് എന്ത്? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് വരുന്നത്. ഈ ഫ്രാക്ഷൻസിൻ്റെ അഡീഷൻ നമ്മൾ LCM HCFൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇവിടെ ഇപ്പോൾ എന്ത് ചെയ്യണം? രണ്ടിടത്തെയും ഡിനോമിനേറ്റർ സെയിം ആക്കണം. സെയിം ആക്കാൻ എന്ത് ചെയ്യണം? 9 കൊണ്ട് ഇവിടെ മൊത്തത്തിലുള്ള ഫ്രാക്ഷനെ മൾട്ടിപ്ലൈ ചെയ്യണം, 7 കൊണ്ട് ഈ ഒരു ഫ്രാക്ഷനെ മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് നോക്കി 9/7 × 9 എന്നും വരും. ഇതെത്ര വരും? 7/9 × 7 വരും. എന്തോ ചെയ്തേക്കുന്നത്? 9 കൊണ്ട് മേളിലും താഴെയും 7 കൊണ്ട് മേളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്തേക്കുവാണ് അല്ലേ. അങ്ങനെ അന്നേരം എന്തായി? സെയിം ഡിനോമിനേറ്ററായ 7 × 9 കിട്ടി. ഇനി എന്ത് ചെയ്താൽ മതി? ന്യൂമറേറ്റർ കൂട്ടിയാൽ മതി. ഇത് 9ഉം ഇത് 7ഉം അല്ലേ. 9 + 7 16. 16/7 × 9 എത്ര വന്നു? 63 കിട്ടുന്നത്. ഉത്തരം. ഫ്രാക്ഷൻസ് അഡീഷനൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അതെല്ലാവർക്കും അറിയാമെന്നാണ് വിചാരിക്കുന്നത്. ഇത്രയും സ്റ്റെപ്പൊന്നും നമ്മൾ ഒരിക്കലും എഴുതേണ്ട ആവശ്യമില്ല. ഇത് ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിൽ കാണിക്കാൻ വേണ്ടിയാണ് ഈ സ്റ്റെപ്പൊക്കെ എഴുതിയത്. ഓക്കെ, അടുത്ത പോയി നോക്കിയേ. എന്താ പറഞ്ഞേക്കുന്നത്? സം ഓഫ് ഡിജിറ്റ്സ് ഓഫ് എ 2 ഡിജിറ്റ് നമ്പർ ഈസ് 5 എന്ന് പറയുന്നുണ്ട്. ഇഫ് ദ ഡിജിറ്റ്സ് ആർ റിവേഴ്സ്ഡ് ദ ന്യൂ നമ്പർ വെൻ ഇൻക്രീസ്ഡ് ബൈ 1 ഈക്വൽസ് 3 ടൈംസ് ദി ഒറിജിനൽ നമ്പർ എന്ന് പറയുന്നത്. ഇത് നമ്മൾ എപ്പോഴും ഈ ടൈപ്പ് ചെയ്യുന്നത് ഓപ്ഷനിൽ നിന്ന് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. നോക്കിയേ, ഓപ്ഷനിൽ നോക്കിയേ, എല്ലാ നമ്പരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടേക്കുമല്ലേ. പിന്നെ പറഞ്ഞേക്കുന്നതാണ് സം ഓഫ് ഡിജിറ്റ്സ് 2 ഡിജിറ്റ് നമ്പർ 5 പറഞ്ഞേക്കുന്നത്. എല്ലാ നമ്പറുകളുടെയും ഡിജിറ്റുകളുടെ സം 5 തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനമില്ല. പിന്നീടുള്ള പറഞ്ഞേക്കുന്നതാണ് ഡിജിറ്റ്സ് ആർ റിവേഴ്സ് ചെയ്തപ്പോൾ ന്യൂ നമ്പർ കിട്ടി. ആ ന്യൂ നമ്പറിനെ 1 കൂട്ടിയപ്പോൾ അത് പറയുന്നത് 3 ടൈംസ് ഒറിജിനൽ നമ്പറാണെന്ന് പറയുന്നുണ്ട് അല്ലേ. അതായത് ഒറിജിനൽ നമ്പർ ചെറുതായിരുന്നു, അത് തിരിച്ചിട്ടപ്പോൾ ഒരു വലിയ നമ്പറായി. അതിൻ്റെ കൂടെ 1 കൂട്ടുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒറിജിനൽ നമ്പറിൻ്റെ 3 ഇരട്ടിയാന്നല്ലേ അതിൻ്റെ അർത്ഥം. നമ്മൾ എന്ത് ചെയ്യണം? ഇനി ഓപ്ഷനിൽ നിന്ന് നമ്മളിത് സാറ്റിസ്ഫൈ ചെയ്യുമോ നോക്കണം. നമ്മുടെ ഒറിജിനൽ നമ്പർ ആരൊക്കെ വരാം? 14 വരാം, 23 വരാം. കാര്യം ഓപ്ഷനകത്ത് തിരിച്ചിട്ട നമ്പറുകളിലെ ചെറിയ നമ്പറുകളെയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. നമ്മൾ ഈ 14 തന്നെ എടുക്കാൻ പോവുക. 14 എടുക്കല്ലേ.
14ന്റെ 3 മടങ്ങ് എത്രയാണ്? 42. ഇവിടുത്തെ കണ്ടീഷൻ എന്തായിരുന്നു? 14 തിരിച്ചിടുന്ന 41 അല്ലേ? 14 41 പ്ലസ് 1 എന്ന് പറയുന്നത് എന്തായിരിക്കും? 3 ഇൻറ്റു 14 ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. 41 പ്ലസ് 1 42. അതെന്ന് പറയുന്നത് 3 ഇൻറ്റു 14 42 ഇവിടെ സാറ്റിസ്ഫൈ ആകുന്നുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മുടെ ഒറിജിനൽ നമ്പർ എന്താണെന്ന് മനസ്സിലായി? 14 മനസ്സിലായി. ഓപ്ഷനിൽ തന്നെ ചെയ്യാവുന്നല്ലേ ഉള്ളൂ. നോക്കിയേ, ഇപ്പോൾ 23 ആയിരുന്നു ആദ്യം ചെക്ക് ചെയ്തെങ്കിൽ നോക്കിയേ, നമ്മുടെ ന്യൂ നമ്പർ എന്നൊരു എന്തായി? 32 ഈ ക്വസ്റ്റൻ 23 അപ്ലൈ ചെയ്യുമായിരുന്നെങ്കിൽ ന്യൂ നമ്പർ 32 അതേ പ്ലസ് 1 എന്ന് പറയുന്നതാണോ ഈ പറയുന്ന 3 ഇൻറ്റു 23? നോക്കിയേ, 3 ഇൻറ്റു 23 എത്ര? 969. ഇത് 33 അല്ലേ വരത്തുള്ളൂ. കാരണം ഇത് നോട്ട് ഈക്വൽ ആണ്. കാരണം ഇവിടെ ഇത് സാറ്റിസ്ഫൈ ആവത്തില്ല. കാരണം മറ്റേത് എന്താണെന്ന് മനസ്സിലായി? 14 നമ്മുടെ ഒറിജിനൽ നമ്പർ എന്ന് നമുക്കതിൽ നിന്ന് തിരിച്ചറിയാൻ പറ്റും. ഓക്കെ, ഏകദേശം സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് അടുത്തത് കിടക്കുന്നത്. എന്താ പറയുന്നത്? സം ഓഫ് ഡിജിറ്റ്സ് ഓഫ് എ 2 ഡിജിറ്റ് നമ്പർ 12 ആണ്. ഇവിടെ എല്ലാ നമ്പറുകളുടെയും ഡിജിറ്റുകളുടെ സം 12 തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല. പിന്നീട് എന്താ പറയുന്നത്? ഇഫ് ദ ഡിജിറ്റ്സ് ആർ റിവേഴ്സ്ഡ് 7 ടൈംസ് ദ ന്യൂ നമ്പർ, എന്താ പറയുക? 7 ടൈംസ് ദി ന്യൂ നമ്പർ ഈക്വൽ ടു 4 ടൈംസ് ദി ഒറിജിനൽ നമ്പർ എന്നല്ലേ പറയുന്നത്. അതായത് ഒറിജിനൽ നമ്പർ 4 മടങ്ങ് എന്ന് പറയുന്നത് പുതിയ നമ്പറിന്റെ 7 മടങ്ങ് വരേണ്ടി വന്നു. അതായത് ഒറിജിനൽ നമ്പർ ഈ പറയുന്ന ന്യൂ നമ്പറിനെക്കാട്ടിയും വലുതെന്ന് നമുക്ക് പറഞ്ഞുകൂടെ അതിനകത്ത്? ഇല്ലേ? എന്നാൽ നമുക്ക് ഈ പറയുന്ന ഒറിജിനൽ നമ്പർ എന്ന് പറയുന്നത് ഈ തിരിച്ചിട്ടേക്കുന്ന നമ്പറുകളിലെ വലിയ നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പർ ആവാന്നുള്ള പോസിബിലിറ്റി അല്ലേ? നമ്മളിപ്പം 75 എടുത്ത് നോക്കുക. നോക്കിയേ, 75 നമ്മുടെ ഒറിജിനൽ നമ്പർ എന്ന് വിചാരിക്കുക. നമ്മൾ ഈ പറയുന്ന ഇക്വേഷൻ നമ്മൾ ഇട്ട് നോക്കി സാറ്റിസ്ഫൈ ചെയ്യാൻ നോക്കുക. അതായത് 4 ഇൻറ്റു 75 ഈക്വൽ ടു 7 ഇൻറ്റു പുതിയ നമ്പർ എന്ന് പറയുമ്പോൾ 75 തിരിച്ചിരുന്ന 57 അല്ലേ? 4 ഇൻറ്റു 75 എന്ന് പറയുമ്പോൾ തന്നെ എത്ര? 280, 280, 20, 300 എന്ന് വരും അല്ലേ? ഇപ്പൊ 7 ഇൻറ്റു 57 എന്ന് പറയുമ്പം 7 ഇൻറ്റു 50 380, 49, 99, 399 എന്നാണ് വരുന്നത് അല്ലേ? അതായത് ഇത് രണ്ടും ഈക്വൽ അല്ലല്ലോ. അന്നേരം നമുക്ക് എന്ത് പറയാം? 75ഉം 57ഉം അല്ലെന്ന് പറയാം. അന്നേരം വരാൻ സാധ്യതയുള്ളവരായിരിക്കും ഈ 84 വരാൻ സാധ്യതയുള്ളതായിരിക്കും. അത് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. 84 ഉത്തരം നമുക്ക് ഇനി തിരിച്ചറിയാൻ പറ്റും. എന്നാലും നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. എന്താ പറയുക? 4 ഇൻറ്റു 84 ഈക്വൽ ടു 7 ഇൻറ്റു പുതിയ നമ്പർ എന്ന് പറയുമ്പോൾ 84 തിരിച്ചിടുന്നതായിട്ടുള്ള 48. 4 ഇൻറ്റു 84 എത്ര വരും? 4 ഇൻറ്റു 80 320. അതിൻ്റെ കൂടെ 16 കൂട്ടുമ്പം 336 വരും. ഇതിപ്പോൾ 7 ഇൻറ്റു 48 എന്ന് പറയുമ്പം 280 വരും. അതിൻ്റെ കൂടെ 56 കൂട്ടുമ്പം 336 തന്നെയാണ് വരുന്നത്. ഇത് രണ്ടും എന്താണ്? സാറ്റിസ്ഫൈ ആവുന്നുണ്ട്. അതിന് എന്ത് പറയാം? 84 ഉത്തരം എന്ന് പറയാം. ഇതിനകത്തിപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മളിത് മനസ്സിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പഠിക്കണം. ഇപ്പോൾ 7 ഇൻറ്റു 48 എന്ന് പറയുന്നില്ലേ, അതിന് നമ്മൾ 7 ഇൻറ്റു 40 പ്ലസ് 8 എന്ന് മനസ്സിൽ കാണണം. അതെ, ഈ പറയുന്ന 7 ഇൻറ്റു 40 എത്ര? 280. 7 ഇൻറ്റു 8 എത്ര? 56. എന്നോട് കൂട്ടുമ്പോൾ എത്ര? 336 നമുക്ക് പറഞ്ഞൂടെ? അതായത് പറയുന്ന ഏതെങ്കിലും ഒരു നമ്പറിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക, എന്നിട്ട് മനസ്സിൽ തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് കൂട്ടുക. ഇതെല്ലാം ചെയ്യാൻ വേണ്ടി ഈ പറയുന്ന കാൽക്കുലേഷൻ സ്പീഡ് കൂട്ടാൻ നമുക്ക് ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഡെയിലി കാൽക്കുലേഷൻ്റെ എക്സസൈസ് ചെയ്യണം. ഈ കാൽക്കുലേഷൻ്റെ എക്സസൈസിൻ്റെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ കിടപ്പുണ്ട്. സീക്രട്ട് ടു സ്പീഡ് മാത്സ് എന്ന് പറയുന്ന ഡിസ്ക്രിപ്ഷനിലാണ് നമ്മുടെ ഈ പറയുന്ന ഡെയിലി ചെയ്യേണ്ട മാത്സിൻ്റെ എക്സസൈസുകളുടെ വീഡിയോ കിടക്കുന്നത്. അത് ഇതിനകത്ത് ലിങ്കായിട്ട് ഇട്ടേക്കാൻ പറഞ്ഞേക്കാം. സീക്രട്ട് ടു സ്പീഡ് മാത്സ്. ഓക്കെ, ഇത് നമ്മൾ ഡെയിലി ചെയ്യുമ്പോൾ നമുക്ക് ഈ പറയുന്ന കാൽക്കുലേഷൻ സ്പീഡ് വളരെ ഇമ്പ്രൂവ് ആകും. കാൽക്കുലേഷൻ സ്പീഡിലൂടെയാണ് നമ്മൾ ഒരുപാട് സമയം സേവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിലായില്ലേ? ഓപ്ഷനിൽ നിന്ന് ചെക്ക് ചെയ്യുന്ന രീതി മനസ്സിലായില്ലേ? ക്വസ്റ്റ്യൻ വായിക്കുക, ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിരിക്കുന്നത് നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് ഓപ്ഷനിൽ നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതി. കാര്യം ഈ ടൈപ്പ് ക്വസ്റ്റ്യനൊക്കെ ഓപ്ഷനിൽ ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. എല്ലാ ചെയ്യുവാണെങ്കിൽ ഭയങ്കര ലെങ്തി ആയി പോകും. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. ദ സം ഓഫ് 2 നമ്പേഴ്സ് ഈസ് 75. അതായത് a പ്ലസ് ബി 75 വിചാരിക്കാം. ഡിഫറൻസ് ഓഫ് ദ സ്ക്വയേഴ്സ് ഈസ് 300. നമ്മൾ നേരത്തെ ചെയ്ത അതേ ടൈപ്പ് ചോദ്യമാണ്. ഡിഫറൻസ് ഓഫ് ദ സ്ക്വയേഴ്സ് 300 അല്ലേ? അതായത് a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് എത്ര എന്ന് പറയുന്നത്? 300 എന്ന് പറയുന്നുണ്ട്. നമുക്കറിയേണ്ടത് ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി 2 നമ്പേഴ്സ് ആണ് അറിയേണ്ടത് അല്ലേ? അതായത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് നമ്മൾ പഠിച്ചിരുന്നു, ഈക്വൽ ടു
300. അതായത് എ പ്ലസ് ബി എത്ര? 75. 75 ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാണ് 300. 75ൻ്റെ ഇരട്ടിയാണ് 150. 150ൻ്റെ ഒരു ഇരട്ടി കൂടെ ഈ 300 വരുന്നത്. അതായത് 75ൻ്റെ 4 ഇരട്ടി ആയിരിക്കണം എന്ത് 300 വരേണ്ടത്. നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കണം. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 4 കിട്ടി. നമ്മൾ ചോദിച്ചിരുന്നത് എന്താണ്? ഡിഫറൻസ് ബിറ്റ്വീൻ ദി ടു നമ്പേഴ്സ്. അത് ഈ പറഞ്ഞ 4 തന്നെയാണ്. ഓക്കെ, അപ്പം നമ്പർ സിസ്റ്റത്തിൻ്റെ ഫസ്റ്റ് ബേസിക് ആയിട്ടുള്ള ക്ലാസ്സാണ് ഇപ്പം എടുത്തേക്കുന്നത്. അതിനകത്ത് വളരെ ചെറിയ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുള്ള ആ കൂടി നമ്മൾ ചെയ്തത് സ്ക്വയർ റൂട്ട്, ക്യൂബ് റൂട്ട്, സ്ക്വയർ എടുക്കാനുള്ള മെത്തേഡ്, പിന്നെ ഇത് കണക്കുള്ള കുറച്ച് ചെറിയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്തിട്ടുള്ളൂ. നമ്മളിനി അടുത്ത ക്ലാസ്സിലാണ് നമ്മൾ എന്ത് പഠിക്കാൻ പോകുന്നത്? ഡിവിസിബിലിറ്റിനെ പറ്റി പഠിക്കാൻ പോകുന്നത്, റിമൈൻഡറുകളെ പറ്റി പഠിക്കാൻ പോകുന്നത്, പിന്നെ അതേപോലെ യൂണിറ്റ് ഡിജിറ്റിൻ്റെ വേറെ കുറച്ച് കൺസെപ്റ്റുകൾ പഠിക്കാൻ പോകുന്നത്. അപ്പം ഓക്കെ, താങ്ക് യു.